ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടുള്ള കാഴ്ചകൾ കാണാൻ നല്ല രസമാണ്. ഒരു ഗ്രാമഫോൺ, ഇതൊക്കെ ഇവരുടെ തന്നെ ഫാമാണ്. ഇതൊരു ചെറിയ വെള്ളച്ചാട്ടം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നുള്ളത് അൽ ത്വയ്ബ ഹെറിറ്റേജ് മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ്. ഇന്ന് ഈ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, പക്ഷേ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിനുള്ളിൽ പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഉള്ളിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഹെറിറ്റേജ് മ്യൂസിയത്തിൻ്റെ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഒരു ഫ്ലാഗ് ഫോർട്ട് ഉള്ളത്. അപ്പോൾ വരുന്ന വഴിക്ക് ആ ഫ്ലാഗ് ഫോർട്ടിൽ ആദ്യം ഇറങ്ങി ഇത് ഇവിടുത്തെ കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെറിറ്റേജ് മ്യൂസിയത്തിലോട്ട് പോകാം. ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ട്. പഴയ രീതിയിൽ ചെയ്തിട്ടുള്ളൊരു ഫോർട്ടാണ്. വെയിലുണ്ട്, അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടുള്ള കാഴ്ചകൾ കാണാൻ നല്ല രസമാണ്. 4 സൈഡും മലയാണ്. ഈ നേരെ പോകുന്നിടത്താണ് ഹെറിറ്റേജ് മ്യൂസിയം ഉള്ളത്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഗൂഗിൾ നോക്കുമ്പോൾ ഒരു 100 മീറ്ററും കൂടെ ഉള്ളൂ. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, കാണാനൊന്നുമില്ല. ഇതിൻ്റെ വഴി കയറുന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ടുള്ള കാഴ്ചകൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ ഇവിടെ ഒന്ന് ഇരിക്കാനൊക്കെ നല്ല സുഖമുണ്ടാകും. പക്ഷേ ഇപ്പോൾ ചൂടായതുകൊണ്ട് ഇരിക്കാനൊന്നും പറ്റില്ല. താഴെ നോക്കുമ്പോൾ കണ്ട ഫ്ലാഗുകളാണ്. ഈ ഫ്ലാഗ് ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ തൊട്ടടുത്തുള്ളൊരു ലോഡ്ജാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഷെയ്ഖ് സയ്യിദിൻ്റെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്, അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ നിന്ന് കാണാൻ ഇത്രയേ ഉള്ളൂ. നമുക്കെന്തായാലും ഹെറിറ്റേജ് മ്യൂസിയത്തിലോട്ട് തന്നെ പോകാം. ഫ്ലാഗ് ടവറിൽ നിന്നൊരു കഷ്ടിച്ച് 100 മീറ്ററേ ഉള്ളൂ ഹെറിറ്റേജ് മ്യൂസിയത്തിലെത്താനായിട്ട്. അപ്പോൾ ഇതാണ് ഹെറിറ്റേജ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ്. 1998 ഈ മ്യൂസിയം ആരംഭിച്ചത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഉള്ളിലുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഫൗണ്ടൻ കാണുന്നുണ്ട്. ഇവിടെ അറബിയിലും 98 സ്റ്റാർട്ട് ചെയ്തതെന്ന് അറബിയിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഫുജൈറ പ്രിൻസിൻ്റെ ഫോട്ടോ ആണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഓഫീസ്. ഇതാണ് ഒരു പഴയ വിൻറ്റേജ് കാർ ഫ്രണ്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഈ ഓഫീസിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ 1-2 റൈഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ ഒരു സ്റ്റാഫ് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ഈ നടക്കുന്ന വഴി മുഴുവൻ സിമൻറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കണ്ടോ, സിമൻറ്റ് കൊണ്ട് തന്നെ ബെഞ്ചുകളും മരങ്ങളും ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ രസമുണ്ട്. ഇതൊരു മ്യൂസിയമാണ്. ഇനി നമുക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാം.
ഇവർ കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. അതുപോലെ വെള്ളം ശേഖരിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുടം, ഇതൊക്കെ ഇവർ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിൽ. ദോശക്കല്ലാണ്. ഇത് കണ്ടോ, കപ്പി. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ വളരെ ഡിമാൻഡ് ഉണ്ടായിരുന്നൊരു കണ്ണാടിയല്ലേ ഇത്. ഇവിടെ കുറേ കോയിൻ കളക്ഷനാണ്. പല രാജ്യങ്ങളിലെയും കോയിനുണ്ട്. ഇവിടുത്തെ ഉണ്ട്, പുറത്തെ രാജ്യങ്ങളിലെ കോയിനും ഉണ്ട്. ഇത് കറൻസികളാണ്. കറൻസിയിൽ നമ്മുടെ ഇന്ത്യൻ കറൻസിയും ഒരു കറൻസി കാണുന്നുണ്ട്. പഴയ സ്വിച്ചുകളാണ്. സ്വിച്ച്, റെഗുലേറ്റർ. ഒരു വെറൈറ്റി ലൈറ്റ് കണ്ടോ, കുരങ്ങനൊരു ലൈറ്റും കൊണ്ട് ചാടുന്ന പോലെ. കുറച്ച് പാത്രങ്ങളാണ്, പൂജകൾ, ഒരു ഗ്രാമഫോൺ. ഇത് കണ്ടോ, ഒരു പഴയ ടി വി. പണ്ട് നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ടി വി. വർക്ക് ചെയ്യുമെന്നറിയില്ല. അപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. आपका नाम क्या है? മാസൂം. മാസൂം ഭായിയാണ് നമ്മുടെ കൂടെ ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വരുന്നത്. സൈഡിലൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്, കൃഷി നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഡേറ്റ്സ് ആണുള്ളത്. अंदर जा सकते हैं. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നവരുടെ ഒരു വീടാണ്. ഈന്തപ്പനയുടെ പോലെയാണ് മേളിലുള്ളത്. पुराना फोटो है. യുഎയുടെ ഭരണാധികാരികൾ പണ്ട് പല രാജ്യങ്ങളുമായിട്ട് പല രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോഴും പല ഉടമ്പടികൾ ഒപ്പിട്ടപ്പോഴൊക്കെ എടുത്ത ഫോട്ടോകളാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. കുറച്ച് ചെറുതാണ്, പക്ഷേ കുറേ ഫോട്ടോകളുണ്ട്. പഴയ കാലത്തിലുള്ളൊരു കിച്ചണാണത്. തീയൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിരിക്കുക കേട്ടോ. ഇതൊരു മജ്ലിസാണ്. ഇതും പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഒരു വീടാണ്. ഇവിടുത്തെ പൂളാണ്. ഉള്ളിൽ മീനുണ്ട്, മീനിനെ കാണുന്നുണ്ട്. മീനുണ്ട് കാണുന്നുണ്ടോയെന്നറിയില്ല.
ഇതൊരു ചെറിയ വെള്ളച്ചാട്ടം, ഇതിനുള്ളിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് ഇവിടെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഇവരിവിടെ പ്രകൃതി അങ്ങനെ ചെയ്താക്കിയിട്ടില്ല. സ്വാഭാവികതയെ മോഡിഫൈ ചെയ്യാതെയാണ് ഈ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. കൃഷിയായിരുന്നാലും ഇവിടുത്തെ മ്യൂസിയങ്ങളായിരുന്നാലും ഭൂമിയുടെ കിടപ്പനുസരിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് കുറേ കൃഷിയൊക്കെ ഉണ്ട്. ഇത് പരുത്തി കൃഷിയാണ്. പരുത്തി കുറേ ഉണ്ടായിരുന്നു വന്നപ്പോൾ കണ്ട്. ഇതൊക്കെ ഇവരുടെ തന്നെ ഫാമാണ്. താറാവ് മുട്ടയിട്ടിട്ടുണ്ടല്ലോ. ഇവിടെ ഇപ്പോഴും പണി നടക്കുന്നേ ഉള്ളൂ. ഒരു പാലത്തിൻ്റെ പണി തീർന്നിട്ടില്ല, പണി നടക്കുന്നേ ഉള്ളൂ. ഇവിടെ ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം അങ്ങനെ എന്തോ അതിൻ്റെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. ഈന്തപ്പനകളൊക്കെ പൂത്തിട്ടല്ല കായ്ച്ചിട്ടുണ്ട്, ചെറുതായിട്ട് കായ്ച്ചു. വാഴ നടക്കുന്ന വഴിയിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ സിമൻറ്റ് ബെഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നാരങ്ങ ഇവരുടെ ഒരു മജ്ലിസ്. കുവായ ഒരു കിണറാണ്. തിവി സാത്ര എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് ഔഷധ കിണറെന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് ഈ ഭാഗത്ത് ഔഷധ ഗുണം ഉള്ള ധാരാളം മരങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഈ കിണറ്റിലെ വെള്ളത്തിന് നല്ല ഔഷധ ഗുണം ഉണ്ടായിരുന്നെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഒരു ഔഷധ കിണറാണിത്. ഈ സിമൻറ്റ് ബെഞ്ചുകൾ കണ്ടപ്പോഴാണ് ഒരു കാര്യം കൊടുത്തത്. നമ്മുടെ കൂടെ വന്ന സ്റ്റാഫിൻ്റെ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പുറത്തുനിന്ന് ആഹാരം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. അതായത് ദുബായ്, ഷാർജ ഭാഗത്തു നിന്നൊക്കെ ലോങ് ഡ്രൈവ് ചെയ്ത് വരുന്നവർ ഫുഡ് പാഴ്സലായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന പോലെയുള്ള സിമൻറ്റ് ബെഞ്ചുകളിലൊക്കെ ഇരുന്നിട്ട് കഴിക്കാൻ പറ്റും. ഇത് വേറൊരു മ്യൂസിയമാണ്. ഇതിനുള്ളിലെന്തോ നോക്കട്ടെ. നേരത്തെ കണ്ടതുപോലൊരു മ്യൂസിയമാണ്. കുറേ ഫോട്ടോകളുണ്ട്. പഴയ പെപ്സിയുടെയും കണക്കുകൊണ്ടാണ്. ഇതത്ര പഴയതെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇപ്പോൾ ഈ ടൈപ്പിലുള്ള ലോഗോയിലുള്ള പെപ്സി അല്ല വരുന്നത്. ഇവിടെ കുറെ പോയി. കുറേ റാന്തലുണ്ട്, ഫ്ലാസ്കുകളുണ്ട്. ടോയ്സ് ഉണ്ട്. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക്. അതെന്താ ചെയ്യൂ? ഇതെന്താന്ന്? ജീനി. എവിടെ ജീനി? ഇവിടെ അതെടുത്താൽ ജീനി വരും. അല്ലത് ഒറിജിനൽ ജീനി. തോക്കുണ്ട്, തിരയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മ്യൂസിയത്തിനകത്ത് ഉള്ള കാഴ്ചകൾ. ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കാം.
അതുപോലെ മ്യൂസിയത്തിൽ ആയിരുന്നാലും ഫോട്ടോ കളക്ഷൻസൊക്കെ ആയിരുന്നാലും ഒരുപാട് കളക്ഷൻ അവർക്കുണ്ട്. പക്ഷെ അതൊന്നും നന്നായിട്ടൊന്നും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ല എന്ന് തോന്നി. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അതായത് ഫോട്ടോകളിൽ അങ്ങനെ വിശദമായിട്ടുള്ള വിവരണങ്ങളില്ല. അതുപോലെ ഈ പഴയ സാധനങ്ങൾ വെച്ചിരിക്കുന്നതിൽ അതിലൊന്നും വിവരണങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് ഉണ്ടാവും തോന്നി. അപ്പോൾ ഒരു അരമണിക്കൂർ കാണാനുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അരമണിക്കൂർ 3/4 മണിക്കൂർ ഇട്ട് കണ്ടു തീർക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഹോം സ്റ്റേ കിട്ടുന്നു. 2-3 ഫാമിലിക്ക് താമസിക്കാമെന്നാണ് പറഞ്ഞത്. ഒരു ദിവസത്തേക്ക് 700 രൂപ. വ്യാഴം വെള്ളി ശനി ആണെങ്കിൽ 700 ദിറംസാണ്. അതല്ല മറ്റുള്ള ഏത് ദിവസമാണെങ്കിലും 500 ദിറംസാണ്. ഒലിവാണ് ഇവിടെ ഒരുപാട് കൃഷിയുണ്ട്. ഒലിവ്, അതുപോലെ ഇത് കണ്ടോ, പൊമഗ്രനേറ്റ്, അനാർ, കൃഷി ഒരുപാട് കാണുന്നുണ്ട്. പരുത്തി, പേരയുണ്ട്, മൈലാഞ്ചി ഒരുപാടുണ്ട്. മൈലാഞ്ചി ഒരുപാട് കണ്ടു. മൾബറി, അങ്ങനെ ഒരുപാട് കൃഷിയുണ്ട്. നാരങ്ങ, ഇത് മൾബറിയാണ്. ഒലിവ്, ഇതുണ്ടോ നാരങ്ങ. നാരങ്ങയൊക്കെ തീരെ ചെറുതാണ്. അതുപോലെ കരിമ്പും കാണുന്നുണ്ട്. കരിമ്പുണ്ട്. ഇത് കണ്ടോ, കപ്പയാണെന്ന് തോന്നുന്നു. കപ്പയാണെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയില്ല. പൊക്കം കൂടുതലാണ്. ചിലപ്പോൾ കപ്പ എല്ലായിരിക്കും. ഇത് വേറൊരു മ്യൂസിയമാണ്. ഇവരുടെ സൈന്യത്തിൻ്റെ ഡ്രസ്സൊക്കെയാണ്. ഇവിടെയും കുറേ പഴയ ഫോട്ടോ, ഇവിടുത്തെ രാജാക്കന്മാരുടെ ഫോട്ടോയും കുറേ ട്രോഫി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. തുടരുത് വെച്ചു. പഴയ ഒരു ടി വി, ഒരു AC, പഴയ AC. കോയിൻസ്, ഗ്രാമോഫോൺ, പഴയ റേഡിയോ, പഴയ പലതരത്തിലുള്ള റേഡിയോ, പഴയ നമ്പർ പ്ലേറ്റ്, ഫോണുകളുടെ കുറേ കളക്ഷനുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് അൽ തൊയ്ബ ഹെറിറ്റേജ് വില്ലേജിലെ കാഴ്ചകൾ. അപ്പോൾ സമയം കിട്ടുന്നവരൊക്കെ പറ്റുമെങ്കിലും ഇങ്ങോട്ട് വരിക. എന്തായാലും നഷ്ടമുള്ള യാത്ര ആവില്ല. കുറച്ച് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.